നമ്മൾ പെസഹ കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. ആരാധനക്രമമനുസരിച്ച് ഈ മാസം 29-ാം തീയതി വ്യാഴാഴ്ചയാണ് കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ. അതിനുശേഷം 10-ാം ദിവസം പെന്തക്കോസ്ത തിരുനാൾ. അത് ജൂൺ 8-നാണ്. നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങുന്ന ഈ നാളുകളിൽ ഈസ്റ്ററും ക്രിസ്മസും ഒക്കെ അതേ രീതിയിൽ ഈശോയെ ജനിപ്പിച്ചും ഈശോ ഉയർപ്പിച്ചും ഒക്കെ നമ്മൾ ആഘോഷിക്കുമ്പോഴും കർത്താവിൻ്റെ സ്വർഗാരോഹണവും നമ്മൾ ആഘോഷിക്കേണ്ടതാണ്. സ്വർഗത്തിലേക്ക് പോകുന്നത് വരെ മഗ്ദലന മറിയത്തോട് പറയുന്നുണ്ടല്ലോ, നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക. അതായത് ഈശോ ഇപ്പോൾ ഇവിടെ ഉണ്ട്, ഈശോ ഇവിടെ ഉണ്ട്, ഈശോ നമ്മുടെ കൂടെ ഉണ്ട്. സ്വർഗത്തിലേക്ക് പോയിട്ടില്ല. 40 ദിവസം ഈശോ ഭൂമിയിലുണ്ട്. നമുക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഈശോയെ കൂടെ ഇരുത്തിയിട്ടായിരുന്നു പലരും ഫോൺ ചെയ്തതും സംസാരിച്ചുകൊണ്ടിരുന്നതും. അറിഞ്ഞില്ല അല്ലേ? ഈശോയെ കൂടെ ഇരുത്തിയിട്ടാ പലരും കുർബാനയ്ക്ക് മുൻപ് അലസമായിട്ട് കുർബാനയ്ക്ക് ഒരുങ്ങിയത്. ഇപ്പോൾ ഒരു ദൂത് അൾത്താരിൽ നിന്ന് കേൾക്കുമ്പോൾ, ഈശോ കൂടെ ഉണ്ട് എന്ന ദൂത് കേൾക്കുമ്പോൾ, പ്രിയ ദൈവ പൈതലേ, നീ പരിശുദ്ധ കുർബാനയിൽ ഉടനീളം ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ ഇത്രയും ആള് ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ ശുശ്രൂഷയിൽ ആളെണ്ണം കൂടുമ്പോൾ അഭിഷേകം കൂടും എന്ന് വചനം പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ശുശ്രൂഷയിൽ നീ ശ്രദ്ധയോടുകൂടി പങ്കുചേർന്നാൽ നിനക്ക് അനുഗ്രഹം ഉറപ്പാണ്. കൂടെയുള്ള ഈശോയെ ജോലിയില്ല, ഈശോയെ കുഞ്ഞില്ല, ഈശോയെ കല്യാണം നടക്കണില്ല, ഈശോയെ വീട് പണി പറ്റിയിട്ടില്ല, ഈശോയെ രോഗമാണ്, ഈശോ ഇങ്ങനെയൊക്കെ ഒന്ന് പറയും. ഏറ്റവും വലിയ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുങ്ങുന്നത്. അത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനെ ചോദിച്ചാൽ എല്ലാം കിട്ടും. നമുക്കതുകൊണ്ട് ഇത്രയും വിലയുള്ള അമൂല്യമായ ഈശോയുടെ കുരിശു മരണത്തിൻ്റെ അനുസ്മരണം നമുക്ക് ഭക്തിയോടുകൂടെ ശ്രദ്ധയോടുകൂടെ നല്ല പല വിചാരം ഒന്നുമില്ലാതെ നമുക്ക് നന്നായിട്ട് നമുക്ക് പങ്കുചേരാം.